ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇന്ന് അടിപൊളി ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ മലയാളി അസോസിയേഷൻ കലാമണ്ഡലത്തിൻ്റെ പിക്നിക് പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് മാംബോ ബീച്ച് എന്ന് പറയുന്ന പുതിയൊരു ബീച്ചിൻ്റെ കാഴ്ചകളും ഇന്നത്തെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ 1956 മുതൽ ഇവിടെ സജീവമായിട്ടുള്ള ഒരു മലയാളി അസോസിയേഷൻ, ഒറ്റൊരു മലയാളി അസോസിയേഷനേ ഉള്ളൂ. രജിസ്ട്രേഷനൊക്കെ തുടക്കത്തിൽ തന്നെ നടന്നു. ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കൂപ്പൺ ഒക്കെ ഇവിടെ വിറ്റഴിക്കുകയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. ചായക്കട, കള്ള് ഷാപ്പ്, കടപ്പുറം, വീട്ടിലെ ഊണ്, അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ആദ്യം തന്നെ നമ്മൾ കള്ള് ഷാപ്പിൻ്റെ കാഴ്ചകളിലേക്ക് പോകുമ്പം 90കളിൽ അല്ലെങ്കിൽ 89-90കളിൽ ഉള്ള അതേ ഒരു വൈബ് നിലനിർത്തിയിട്ട് ഒരു കള്ള് ഷാപ്പ് വേറെ ലെവലെന്ന് പറയാം. കള്ളും കപ്പയും മീൻകറിയും ബീഫും ഒക്കെ ആയിട്ട് ആ ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ ചെമ്മീനും നമ്മുടെ പഴയ ഓർമ്മയില്ലേ, പഴയ ആ സിനിമകളുടെ തൂവാനത്തുമ്പികളും ചെമ്മീൻ്റെയൊക്കെ പോസ്റ്ററൊക്കെ വെച്ചിട്ട് കള്ള് ഷാപ്പ്. ഈ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ജോർജേട്ടൻ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ പാചകത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ജോർജേട്ടനാണ്. അപ്പം ജോർജ് ബേബി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഭയങ്കര പാചകമൊക്കെ നടക്കുന്നത്. രാവിലെ ചീനിയാണ്, കപ്പയും നല്ല കിഡിലൻ ഫിഷ് കറിയും ബീഫും ഒക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമ്മളെല്ലാം നിന്നിട്ട് പതുക്കെ ചീനിയൊക്കെ അതിന് തയ്യാറാക്കുകയാണ് രാവിലെ തന്നെ. എല്ലാവരും ഉണ്ട്, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളും ഒക്കെ എല്ലാവരും ചേർന്നിട്ടാണ്. മലയാളികൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഗംഭീര പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിജോ അവിടെ ബീഫൊക്കെ റെഡിയാക്കുന്നു, താൻ ചീനിയെല്ലാം ക്ലിയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ജോർജ് ചേട്ടൻ. ആള് പുലിയാണ്. നമ്മൾ കാര്യങ്ങളെല്ലാം അവർ ഫുൾ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നമ്മൾ കപ്പയും മീൻകറിയും കൊടുത്തു തുടങ്ങി. പ്ലേറ്റിലാക്കി കൊടുക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഭാരവാഹികളെല്ലാം ഉണ്ട്. അടിപൊളി വൈബെന്ന് പറയാം. പാട്ടിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തകർത്ത് നടക്കുകയാണ്, മലയാളം പാട്ട്. ബീച്ചിലേക്കുള്ളതെന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് കുറേ കളികൾ. അതിനിടയിൽ ഇവിടെ അടി തുടങ്ങി. കള്ളെന്ന് പറഞ്ഞാൽ അമ്മതിരി കച്ചവടമാണ്. നല്ലൊരു ഉഗ്രൻ കള്ളും ഉഗ്രൻ കപ്പയും മീനും. ഒരു പക്ഷെ നാടിനെ വീണ്ടും റീക്രിയേറ്റ് എന്ന് പറയാം. ഇവൻ ഇവിടുത്തെ ഒരു ലോക്കൽ DJ ആളാണ്. ഇവൻ കിടിലമായിട്ട് നമ്മുടെ മലയാളം പാട്ട് ഇതുപോലെ DJ കൊടുത്ത് ചെയ്തെനിക്ക് അറിഞ്ഞൂടാ. കുട്ടികളൊക്കെ പട്ടം പറത്തലും അവിടെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നു, ക്രിക്കറ്റ് കളി, അങ്ങനെ ഇവിടെ കുതിര സഞ്ചാരത്തിന് വേണ്ടി ഒരാളുണ്ട്. അതിൻ്റെ പുറത്ത് കുഞ്ഞുങ്ങളെയും വലിയവരും ഒക്കെ കയറി വിടാം. ഞാനിടയ്ക്ക് ബിരിയാണിയുടെ പരിപാടി ഇവരൊക്കെ ചേർന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റെഡി ആവുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ കിടിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വമ്പൻ ഡാൻസ് ടീമാണ് നമുക്കിവിടെ ഉള്ളത്. എല്ലാ പ്രൊഫഷണൽ ഡാൻസേഴ്സ് എന്ന് പറയാം ഇവരെ വേണമെങ്കിൽ. അതിൽ സോണിയും സ്വാതിയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ മലയാളി എവിടെ ഉണ്ട് അവിടെയാണ് ആഘോഷം എന്ന് പറയുന്നത് പോലെ. നമ്മുടെ നാട്ടിൻപുറത്ത് അതേ വൈബാണ് എല്ലാവരും നിർത്തി. ഇവിടെ ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ടാൻസാനിയൻ മലയാളി എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു കലാമണ്ഡലം എല്ലാവരും. അതിനിടയ്ക്ക് ഇവിടെ വേറെ ലെവൽ നമ്മുടെ നാട്ടിൻപുറത്തും ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറു സൈഡിൽ ബിരിയാണി കൊടുത്തു തുടങ്ങി. ഉച്ചയായപ്പോഴത്തേന് എല്ലാവർക്കും ബിരിയാണി വിളമ്പി തുടങ്ങി. വളരെ ആവേശമായിരുന്നു. ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചവർ മാറുന്നതനുസരിച്ചിട്ട് ക്യൂവിൻ്റെ നീളം കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഡാൻസ് നടക്കുന്നു, ഒരു സൈഡിൽ നമ്മുടെ കിണ്ണൻ കള്ളും കപ്പയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേര്. അതിനിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കുമാണ് എല്ലാവരും ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നു. ആഘോഷത്തിൻ്റെ വേറെ ലെവലെന്ന് പറയാം. ബീച്ചിൽ ഇതിനിടയിലൊക്കെ പട്ടം പറത്തലും കാര്യങ്ങളൊക്കെ നടന്നു. ബീച്ചിലെ കുഞ്ഞു കാഴ്ചകളാണ് ഇതൊക്കെ ചുമ്മാ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽസ് ആളുകൾ ഇതൊക്കെ ഈ വരുന്ന വിസിറ്റേഴ്സിനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ലോക്കലായ രീതിയിലൊക്കെ ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കിട്ടുന്ന പോലെ ഒരു മാടക്കട പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് കുറേ ഇവിടുത്തെ ശംഖും അതും ഇതൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. നല്ലൊരു ബീച്ചാണ് മാംബോ ബീച്ച്. ഒരു പുതിയ ബീച്ചാണ്, ഭയങ്കര കാഴ്ചയാണ്. ഇവിടെ സമ്മാനം അടിച്ചിരിക്കുന്ന ആളുകൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഇവിടെ കൂപ്പൺ ഉണ്ടായിരുന്നു ചാരിറ്റിയുടെ. പിന്നെ പഞ്ച് ഇവിടെ അതൊരു വേറെ ലെവൽ വികാരമായിരുന്നു. ഓരോരുത്തർ ഭയങ്കര മത്സരമായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിട്ട്. ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാ പ്രായത്തിലുള്ളവരും ഓരോരുത്തരൊക്കെ കിടിലമായിട്ടാണ് പിടിച്ചെന്ന് പറയാം. ബാക്കി ഇവിടെ അങ്ങനെ ഓരോരുത്തരെ എടുത്തെടുത്ത് പറയണം. എല്ലാവരും ഭയങ്കര ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് ഈ മത്സരത്തെ എടുത്ത്. അങ്ങനെ ഇവിടെ മല്ലനും മല്ലത്തിയുമായിട്ട് 2 പേരെ തിരഞ്ഞെടുത്തു. അപ്പം അതിനുശേഷം ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അമ്മായിയമ്മയും മരുമകളുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആവേശം ഇങ്ങനെ
ഏത് പാട്ടിനും നമ്മൾ തുള്ളും എന്നുള്ളതിന് ഒരു മാറ്റമില്ല. അവിടെ അർമ്മറിച്ച് ആളുകൾ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിൻ്റെ പര്യവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഗംഭീര ഒരു പരിപാടിയായിട്ട് കലാമണ്ഡലം ടാൻസാനിയയുടെ ഈ പിക്നിക് പ്രോഗ്രാം മാറി. ടാൻസാനിയൻ മലയാളികൾക്ക് ഒരു ഗംഭീര ഒരു അനുഭവം ഒരുക്കിയ വിനയൻ ചേട്ടനും കലാമണ്ഡലം കമ്മിറ്റിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നു. എല്ലാവർക്കും ഇനി നാളെ കാണാം. ബൈ ബൈ.